ഇപ്പോൾ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആരെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്യുമ്പം അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഉണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സിൽ നമുക്ക് എങ്ങനെ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് അക്കൗണ്ട് ആക്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എന്നുള്ള ഒരു ഫീച്ചർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ പല രീതിയിലായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ടെക്സ്റ്റ് മെസ്സേജ്, ഒതന്റിക്കേഷൻ ആപ്പ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ എന്നിങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു മെസ്സേജ് വരും. അതിൽ OTP ഉണ്ടാവും. അത് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വേറെ ആരെങ്കിലൊക്കെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു OTP അവർക്ക് കിട്ടാത്തതുകൊണ്ട് അവർക്ക് ലോഗിൻ ചെയ്യാൻ കഴിയില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒതന്റിക്കേഷൻ ആപ്പാണ്. അപ്പം അതിന് വേറെ ആപ്പുകളുണ്ട്. അതിലുള്ള കീ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്യൂരിറ്റി കീ ആണ്, അതായത് സെപ്പറേറ്റ് ഡിവൈസുകളാണ്. അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒതന്റിക്കേഷൻ ആപ്പാണ്. അപ്പം ടെക്സ്റ്റ് മെസ്സേജ് വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫോൺ നമ്പർ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം സബ്സ്ക്രൈബർ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒതന്റിക്കേഷൻ ആപ്പ് സെലക്ട് ചെയ്യാം. നിങ്ങൾ പ്രീമിയം സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തായാലും ഒതന്റിക്കേഷൻ ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ ഒതന്റിക്കേറ്റർ ആപ്ലിക്കേഷനിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ഗൂഗിൾ ഒതന്റിക്കേറ്റർ ആപ്ലിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് ഗൂഗിൾ ഒതന്റിക്കേറ്റർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ഒതന്റിക്കേറ്റർ എന്നുള്ളത് സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള ഒരു ആപ്പ് കാണാൻ പറ്റും. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഓക്കെ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഡ് സേവ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു കാണുന്ന കോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് എൻ്റർ ചെയ്തിട്ട് കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേമിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം യു ആർ ഓൾ സെറ്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു കീ കാണാൻ പറ്റും. ഇപ്പം സേവ് ദി സിംഗിൾ യൂസ് ബാക്കപ്പ് കോഡ് ഇൻ സേഫ് പ്ലേസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു കീ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് വെക്കണം. അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു നോട്ട് പാഡിലോ എവിടെയെങ്കിലുമൊക്കെ ഇത് സേവ് ചെയ്ത് വെക്കുക. ഇപ്പം അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് തിരിച്ചെടുക്കാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ആ ഒരു കോഡ് കോപ്പി ചെയ്യാൻ മറക്കരുത്. ഇനി ആ ഒരു കോഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് കോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ കോഡ് വീണ്ടും കാണാവുന്നതാണ്. അപ്പം അത് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സൽ അല്ലാന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.